ഗായ്സ്, സിമ്പിളായിട്ടുള്ള ഒരു പേപ്പർ ബോ ആണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രിപ്പയർ ചെയ്യണത്. ഭയങ്കര സിമ്പിളാണ്. ഞാനിവിടെ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് സ്ക്വയർ ഷേപ്പിൽ ശ്രദ്ധിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ സൈസൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ആ ലൈനൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. കട്ട് ചെയ്യുമ്പം ആ ലൈനൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മടക്കി ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ കത്രിക യൂസ് ചെയ്തിട്ട് ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ അങ്ങ് കയറ്റി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവും. മീൻസ് അതിൻ്റെ ആ ഒരു പോർഷൻ അങ്ങനെ ഇളകി താഴെ പോകും. അതുകൊണ്ട് അത്രയും കയറ്റി കട്ട് ചെയ്താൽ കുറച്ച് പോർഷൻ വിട്ടിട്ട് ശ്രദ്ധിച്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫുള്ള് വെട്ടിക്കൊടുക്കുക. ആ നടുക്കത്തെ പോർഷൻ ഉണ്ടോ അതുപോലെ ശ്രദ്ധിക്കുക. അത് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോഴും അതൊന്നും പ്രശ്നമായിരുന്നു, അത് മൊത്തം കട്ടായിപ്പോയി. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് കേട്ടോ ചെയ്യാൻ. പിന്നെ ഇതാ ഈ ഒരു പോർഷനിൽ, ആ പേപ്പറിൻ്റെ ഈ ഒരു പോർഷനിൽ ഒരുപാട് ഗ്ലൂ തേക്കരുത്, പിന്നെ അത് മൊത്തം പ്രശ്നമായിപ്പോവും. മീൻസ് അതൊന്ന് പേപ്പർ വല്ലാണ്ടായിപ്പോവും. സോ നിങ്ങൾ കുറച്ച് ഗ്ലൂ തേച്ചിട്ട് ആ ഒരു പോർഷൻ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഇത് മടക്കി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഗ്ലൂ തേച്ചിട്ട് ഒരു ഇത്തിരി നേരം കയ്യിൽ നിന്ന് വെച്ചാൽ മതി, അത് ഒട്ടിക്കോളും. അതേപോലെ തന്നെ സെയിം പ്രോസസ്സ് ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതിൻ്റെ താഴത്തെ പോർഷനിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയൊരു പീസ് പോലെ, അതായത് ഒരു പേപ്പർ സ്ട്രിപ്പ് പോലെ ആ ഒരു ഷേപ്പിൽ ഒരു നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി പോർഷൻ അങ്ങ് കളയണം. അതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ നീളം ഉള്ള പോർഷൻ്റെ അത്രയും അതിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടിയെടുക്കാം. എന്നിട്ട് ഈ ഒരു അടിവശം മുകളിലോട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കാം. ശ്രദ്ധിച്ചൊട്ടിക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അത് ഒട്ടിയിരുന്നോളും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു നീളത്തിലെ ആ ഒരു പേപ്പർ പോർഷൻ ചുറ്റിക്കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചുറ്റിക്കൊടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള ഒരു പേപ്പർ ബോ ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വെക്കേഷൻ ടൈം ആയതുകൊണ്ട്. എന്നിട്ടതൊന്ന് ഈ വീഡിയോയിൽ കാണുന്ന ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചു, ബട്ട് എന്തോ ഒരു അപാകത തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ആഡംബരം ഭംഗിയൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വെയ്റ്റ് പേപ്പർ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. സോ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്യൂട്ട് പേപ്പർ ബോ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.